സംസ്ഥാന ബിജെപിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് കടന്നുവന്ന ശേഷം രാജീവ് ചന്ദ്രശേഖർ തിരക്കിട്ട ചർച്ചകളിലാണ്. വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലും അതിനുശേഷം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും മികച്ച പ്രകടനം കാഴ്ചവെക്കുകയാണ് രാജീവ് ചന്ദ്രശേഖറിന്റെയും ബിജെപിയുടെയും ലക്ഷ്യം. അതിനുവേണ്ടി കരുക്കൾ നീക്കുകയാണ് അദ്ദേഹമെന്ന് അറിയുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാലക്കാട്, പന്തളം നഗരസഭകൾ നിലനിർത്തേണ്ടത് ബിജെപിക്ക് അഭിമാന പ്രശ്നമാണ്. പന്തളത്തും പാലക്കാടും പാർട്ടിയിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ തൽക്കാലത്തേക്ക് പരിഹരിക്കാൻ സാധിച്ചുവെങ്കിലും വീണ്ടും ഒരു പൊട്ടിത്തെറി ഉണ്ടായാൽ ഭരണം വരെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. പാലക്കാടിനും പന്തളത്തിനും പുറമെ ബിജെപി ലക്ഷ്യം വെക്കുന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കുവാനുള്ള തന്ത്രങ്ങൾ ജില്ലാ ഘടകത്തെ ഒത്തുചേർത്ത് രാജീവിന് രൂപം നൽകേണ്ടതുണ്ട്. കൂടാതെ ബിജെപി മുന്നേറ്റം ലക്ഷ്യമിടുന്ന തൃശൂർ, കോഴിക്കോട് കോർപ്പറേഷനുകൾക്ക് വേണ്ടിയും പുതിയ തന്ത്രങ്ങൾ മെനയേണ്ടതുണ്ട്. നിലവിൽ സംസ്ഥാനത്ത് നിയമസഭയിൽ ബിജെപി പ്രതിനിധികളുടെ എണ്ണം സംപൂജ്യമാണ്. കഴിഞ്ഞ നിയമസഭയിൽ ഒരംഗം ബിജെപിക്ക് ഉണ്ടായിരുന്നു. തലസ്ഥാന ജില്ലയായ തിരുവനന്തപുരം ജില്ലയിലെ നിയമസഭാ മണ്ഡലമാണ് നേമം. ബിജെപിക്ക് കേരളത്തിൽ ആദ്യമായി വിജയിക്കുവാൻ സാധിച്ച നിയമസഭാ നിയോജക മണ്ഡലം എന്ന പ്രത്യേകതയും ഈ നിയമത്തിനുണ്ട്. ബിജെപിയുടെ മുതിർന്ന നേതാവ് ഒ രാജഗോപാലാണ് ഇവിടെ നിന്നും വിജയിച്ചത്. തിരുവനന്തപുരം താലൂക്കിൽ ഉൾപ്പെടുന്ന തിരുവനന്തപുരം നഗരസഭയുടെ 37 മുതൽ 39 വരെയും 48 മുതൽ 58 വരെയും 61 മുതൽ 68 വരെയും വാർഡുകൾ അടങ്ങിയ നിയമസഭാ മണ്ഡലമാണിത്. തിരുവനന്തപുരം ലോക്സഭാ നിയോജക മണ്ഡലത്തിന്റെ ഭാഗമാണ് നേമം നിയമസഭാ നിയോജക മണ്ഡലം. മുൻ മുഖ്യമന്ത്രിയായിരുന്ന കെ കരുണാകരൻ അടക്കമുള്ളവർ നേമത്തു നിന്നും വിജയിച്ചതാണ്. 1957 നിലവിൽ വന്ന മണ്ഡലത്തിൽ CPM-നും കോൺഗ്രസിനും ബിജെപിക്കും ശക്തമായ വേരോട്ടമാണുള്ളത്. CPI-യുടെ സ്ഥാനാർത്ഥിയായ എ സദാശിവനാണ് ആദ്യം ഇവിടെ നിന്നും വിജയിച്ചത്. പിന്നീട് നിരവധി CPM, കോൺഗ്രസ് നേതാക്കളും വിജയിച്ചിട്ടുണ്ട്. 2016 ബിജെപി സ്ഥാനാർത്ഥി ഒ രാജഗോപാൽ 67,813 വോട്ടുകളോടെയാണ് വിജയിച്ചത്. നിലവിലെ MLA-യും മന്ത്രിയുമായ വി ശിവൻകുട്ടിയാണ് രാജഗോപാൽ തോൽപ്പിച്ചത്. ശിവൻകുട്ടിക്ക് 59,742 വോട്ടുകളാണ് ലഭിച്ചത്. UDF-ന്റെ വി സുരേന്ദ്രപിള്ളയായിരുന്നു മറ്റൊരു എതിരാളി. 13,860 വോട്ടുകളാണ് ആ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ലഭിച്ചത്. 1982 മുൻ മുഖ്യമന്ത്രിയായിരുന്ന കെ കരുണാകരൻ ഈ മണ്ഡലത്തിൽ നിന്നും വിജയിച്ചിട്ടുണ്ട്. അതിനുശേഷം 3 തവണ CPM-നു വേണ്ടി VJ തങ്കപ്പനും ഒരു തവണ വെങ്ങാനൂർ P ഭാസ്കരനും മണ്ഡലം നിലനിർത്തി. 2001 നടന്ന തെരഞ്ഞെടുപ്പിൽ N ശക്തനിലൂടെ മണ്ഡലം കോൺഗ്രസ് തിരിച്ചു പിടിക്കുകയായിരുന്നു. പിന്നീട് 2006 ശക്തൻ തന്നെ വിജയിച്ചു. പിന്നീട് 2011 വീണ്ടും CPM-നു വേണ്ടി വി ശിവൻകുട്ടി മണ്ഡലം തിരിച്ചുപിടിച്ചു. 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 6,415 വോട്ടുകൾക്കായിരുന്നു വി ശിവൻകുട്ടി വിജയിച്ചത്. മണ്ഡലത്തിലെ 22 കോർപ്പറേഷൻ വാർഡുകളിൽ 11 എണ്ണത്തിൽ ബിജെപിയാണ് വിജയിച്ചത്. 9 ഇടതുമുന്നണിയും 2 UDF-ഉം വിജയിച്ചു. 2021 ഒരു വട്ടം കൂടി താമര വിരിയുമെന്ന് ബിജെപി പ്രതീക്ഷിച്ചുവെങ്കിലും അവരുടെ സ്വപ്നം തകർന്നടിയുകയായിരുന്നു. പ്രധാനമായും ബിജെപിയുടെ സ്വപ്നത്തെ അസ്ഥാനത്താക്കിയത് കോൺഗ്രസിന്റെ ഇടപെടലായിരുന്നു. 2016 ബിജെപി ജയിച്ചപ്പോൾ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ടത് കോൺഗ്രസ് വോട്ടുകൾ ബിജെപി പാളയത്തിലേക്ക് എത്തിയെന്നതായിരുന്നു. 2011 2016 ഘടക കക്ഷികൾക്കാണ് UDF സീറ്റ് നൽകിയത്. 2011 ചാരുപാറ രവി മത്സരിച്ചപ്പോൾ നേമത്ത് ആദ്യമായി 3-ാം സ്ഥാനത്തായി UDF. 2016 വി സുരേന്ദ്രൻപിള്ളക്ക് UDF സീറ്റ് നൽകിയപ്പോൾ ഒ രാജഗോപാൽ വിജയിച്ച് കേരള നിയമസഭയിലെ ആദ്യ ബിജെപി അംഗമായി. അന്ന് UDF സ്ഥാനാർത്ഥി വി സുരേന്ദ്രപിള്ളക്ക് ആകെ കിട്ടിയത് 13,500 വോട്ടാണ്. ബിജെപിക്ക് അക്കൗണ്ട് തുറക്കാൻ UDF സഹായിച്ചു എന്ന പേരുദോഷം ഇതോടെ ഉണ്ടായി. ഇതിന് മറുപടി നൽകാൻ 2021 കോൺഗ്രസ് നേതൃത്വം മണ്ഡലം സ്വന്തം അക്കൗണ്ടിലേക്ക് തിരിച്ചെടുത്തു. ഉമ്മൻചാണ്ടിയെ മത്സരിപ്പിക്കുന്നത് പോലും ആലോചിച്ചു. ഒടുവിൽ സിറ്റിംഗ് MP ആയിരുന്ന കെ മുരളീധരനെ വടകരയിൽ നിന്ന് ഇറക്കി. പരാജയപ്പെട്ടുവെങ്കിലും കെ മുരളീധരൻ നേടിയ 36,000 വോട്ടിന്റെ കരുത്തിലാണ് ഇടതുപക്ഷ സ്ഥാനാർത്ഥി വി ശിവൻകുട്ടിക്ക് വിജയിക്കുവാനായതും ബിജെപിയുടെ അക്കൗണ്ട് പൂട്ടിക്കാനായതുമെന്ന് ഇടതുപക്ഷ പ്രവർത്തകർ പോലും സമ്മതിക്കുന്നുണ്ട്. ഈ പൂട്ടിപ്പോയ അക്കൗണ്ട് തിരികെ പിടിക്കുവാൻ ബിജെപിയുടെ നിലവിലെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ തന്നെ രംഗത്തിറങ്ങുമെന്നാണ് ലഭിക്കുന്ന സൂചന. നേമം ഉൾപ്പെടെ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും അദ്ദേഹം കഴിഞ്ഞ തവണ മികച്ച മുന്നേറ്റം കാഴ്ചവെച്ചിരുന്നു. അതുകൊണ്ട് തന്നെ നേമത്ത് നിന്നും ജനവിധി തേടിയാൽ അനായാസം വിജയിക്കാൻ കഴിയുമെന്നും ബിജെപി ദേശീയ നേതൃത്വം കണക്കുകൂട്ടുന്നു. നിയമസഭയ്ക്കുള്ളിലും രാജീവിന്റെ ശബ്ദം മുഴങ്ങി കേൾക്കുമെന്ന വാശിയിലാണ് ദേശീയ നേതൃത്വം.